ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാരമൽ എഗ് പുഡിങ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. പിന്നെ അതുപോലെ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാക്കി എടുത്തിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ നമ്മളിങ്ങനെ ഷുഗർ കാരമൽ ചെയ്തെടുക്കുമ്പോൾ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. ഞാൻ കൂടുതലും വെള്ളം ചേർക്കാതെയാണ് ചെയ്യാറുള്ളത്. രണ്ടും സെയിമാണ്. നമ്മൾ വെള്ളം ചേർത്തിട്ട് കാരമൽ ചെയ്തെടുക്കുന്നതും വെള്ളം ചേർക്കാതെ കാരമൽ ചെയ്തെടുക്കുന്നതും സെയിമാണ്. അത്രയും സമയം വേസ്റ്റ് ആകുന്നതേ ഉള്ളൂ വെള്ളം ചേർക്കുമ്പോൾ. ഇതിപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ എങ്ങനെയുണ്ടാവും, ആ ഒരു രീതിയിലാകും ആദ്യം. പിന്നീടാണത് മെൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതെൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെ കാരമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ, എനിക്കറിയുന്നവർ തന്നെ ഇങ്ങനെ ഫോൺ ചെയ്തിട്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, മെൽട്ടാകുന്നില്ല, അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചൂടായിട്ട് മെൽട്ടായിട്ട് വരും. ചൂട് കയറുമ്പോഴേക്കും ഇത് മെൽട്ടായി കിട്ടും. ഇതിപ്പോൾ ചെറുതായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് മെൽട്ടായിട്ട് ആ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചും കൂടി ഇങ്ങനെ മെൽട്ടായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ഈ ഒരു സമയത്തൊക്കെ. ഇതിപ്പോൾ കുറച്ചും കൂടെ മെൽട്ടായി വരുന്നുണ്ട്, ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. ഷുഗർ കാരമൽ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഡാർക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കരുത്. കാണാൻ നല്ല രസമുണ്ടാവും, പക്ഷെ കഴിക്കാനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. അപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു പാത്രം റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമ്മൾ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചൂടാറുന്നതിന് മുമ്പ് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചൂടാറിയാൽ പിന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അവിടെ സെറ്റ് ആവും അത്. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു പാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല്, കപ്പിലെടുക്കുമ്പോൾ 2 കപ്പായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 ഏലക്ക, അല്ലെങ്കിൽ വനില എസൻസ് ആണെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ, ബ്ലെൻഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇനി നമ്മളിത് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ച് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമറിലോട്ട് ഒരു തട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു മോൾഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മൂടിയും കൂടെ വെച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലീനായിട്ട് വന്നാൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട്
ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഡിമോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ശ്രദ്ധിച്ച് വേണം ഡിമോൾഡ് ചെയ്യാനായിട്ട്. ഡിമോൾഡ് ചെയ്തില്ലാലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡോ ചൈന ഗ്രാസോ അങ്ങനെയൊന്നും വേണ്ട, വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.